ഫെസ്റ്റ് 2026 രണ്ടാം ദിനമായ ഇന്ന് നാം ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ താരങ്ങൾ ഇതാ മാറി വാരിയസിന്റെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആട് 3 എന്ന ജനപ്രിയ ചലച്ചിത്രത്തിൽ മിന്നും വേഷങ്ങൾ കാണിച്ച ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ഏതാനും ഫെസ്റ്റിന്റെ ഭാഗമാകാൻ എത്തിച്ചേരുകയാണ്. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു ചടങ്ങ് ഗംഭീരമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പാർട്ടിസിപ്പേഷൻ അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. ഇതാ ഈ വേദിയുടെ മുന്നിലായിട്ട് ഒരുപാട് കസേരകളുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് ഇരിക്കാം. ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഇവന്റ്, ഇന്നത്തെ ഈ ആഘോഷാരവങ്ങളുടെ ഒക്കെ ഭാഗമാകാം. ഒരാവർത്തി കൂടി എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ് ഈ വേദിക്ക് ചുറ്റും അണിനിരക്കാൻ. കാരണം നമുക്കറിയാം ഇന്നലെ വരാമെന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു പരിഭവം കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് നമ്മെ കാണാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ചേർന്ന് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരാവർത്തി കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കാണാനും കണ്ടാസ്വദിക്കാനും അതോടൊപ്പം തന്നെ ആട് 3യുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഇന്ന് നമ്മുടെ ഈ ഒരു മാറി വാനിയസിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അറക്കൽ അബു, യെസ്, സൈജു കുറുപ്പ്, സൈജു ഗോവിന്ദ കുറുപ്പ് എന്ന സൈജു കുറുപ്പും ഇന്ന് നമ്മുടെ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. കോളേജ് ഒരുക്കുന്ന ഇവാനോ ഫെസ്റ്റ് 2026 രണ്ടാം ദിനമായ ഇന്ന് കളർഫുൾ ആകാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആട് 3 എന്ന ജനപ്രിയ ചലച്ചിത്രം നാം ഏവരും നെഞ്ചേറ്റ് 1ഉം 2ഉം ഭാഗങ്ങളായി എത്തുമ്പോൾ ഇതാ 3ആം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, രംഗത്തേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ വർദ്ധിതമായിട്ടുള്ള ആവേശത്തോടു കൂടിയാണ് മലയാളി സമൂഹം ആട് 3യെ സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആട് 3യുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഈ ഒരു ഇവാനോ ഫെസ്റ്റിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മൾ ഏവരെയും കാണാനായി മാറി വാനിയസിലേക്ക് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒത്തുചേർന്ന പ്രിയപ്പെട്ട താരങ്ങളെ സ്നേഹത്തോടെ, ഏറെ ആഘോഷത്തോടെ തന്നെ, ഹർഷാരവങ്ങളോടെ തന്നെ സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇതാ എത്തിച്ചേരുകയാണ്. Once again, welcome to Shujata Bhumi Foundation presents Ivano Fest 2026, co-sponsored by Punchakari Shop and Restaurant. നമ്മുടെ മാർവാനിയസ് കോളേജിന്റെ പ്രൗഢഗംഭീരമായ ഇവാനോ ഫെസ്റ്റ് 2026 രണ്ടാം ദിനം ആവേശവിധ തിരതള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആട് ടീം. പതിവ് ക്ലീശകളിൽ നിന്നെല്ലാം മാറി വ്യതിരിക്തമായ പുതിയൊരു ആഖ്യാന ശൈലിയിലൂടെ നമ്മളെ ആകെ രസിപ്പിച്ച ഒരു ചലച്ചിത്രമാണല്ലേ ആട് 3 എന്ന് പറയുന്നത്. ഇപ്പോഴിത് അത്രമേൽ പ്രൗഢഗംഭീരമായിട്ട് ആടിന്റെ 3ആം ഭാഗം നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട താരങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വൺസ് അഗൈൻ മാറി വാനിയസ് കോളേജിന്റെ ഈ ഒരു ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് സ്നേഹം നിറഞ്ഞ സ്വാഗതം, സുസ്വാഗതം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാഫ് അഡ്വൈസേഴ്സിനെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. നാം കടക്കുന്നത് അതിനു മുമ്പായി തന്നെ ഏറെ സ്നേഹത്തോടെ മിസ് അഖിലയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്ലീസ് മാം, ഫ്യൂ വേർഡ്സ് ഫോർ us. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്കറിയാം ഈ മാറി വാനിയസിന്റെ ഇവാനിയസ് ഫെസ്റ്റില് നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ ഇത്രയും നേരം ഇന്നലെ മുതൽ ഇന്നിപ്പം വരെ നിങ്ങൾ കാത്തിരുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആട് 2ന്റെ അറക്കൽ അബു, ഇവൻ ഏറ്റവും പ്രിയപ്പെട്ട നോബി മാർക്കോസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ശുചിത്വഭൂമി ഫൗണ്ടേഷൻ ഞങ്ങളുടെ ഈ ഇവൻറ്റ് നിങ്ങൾക്ക് കുറച്ച് വിരസമാണെന്നറിയാം. പക്ഷേ ഒരുപാട് ദീർഘിപ്പിക്കില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ശുചിത്വഭൂമി ഫൗണ്ടേഷൻ എന്നൊരു പ്രോഗ്രാമിനെ പറ്റി. ഇതിൻ്റെ ഈവൻറ്റ് ലോഞ്ച് ഇന്ന് ഇവിടെ മാർ ഇവാനിയസിൽ കണ്ടക്ട് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളാണ് വരും തലമുറ, ദ നെക്സ്റ്റ് ജനറേഷൻ. ഞങ്ങൾക്കും നിങ്ങൾക്കും
നമ്മുടെ വരും തലമുറയ്ക്കും ഈ ഭൂമിയിൽ ഒരു വാസം സാധ്യമാകുന്നതിന് ദ വിഷണറി ഡോക്ടർ സനൂഫ് ഖാൻ, ഒരു കൂട്ടം ടെക്നോക്രാറ്റ്സ്, എഡ്യൂക്കേഷണലിസ്റ്റ്, മുകേഷ് നായർ, വിപിൻ കുരാക്കർ തുടങ്ങിയവർ ചേർന്ന് ആരംഭിച്ച ഒരു വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓർഗനൈസേഷനാണ് ശുചിത്വഭൂമി. ശുചിത്വഭൂമി ഫൗണ്ടേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദിവസത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫുട് പ്രിൻ്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. പ്ലാസ്റ്റിക് ഒരു ഉപയോഗശേഷം ഒരു പാഴ്വസ്തുവാണ്. പക്ഷേ ഇതിൻ്റെ റീസൈക്ലിങ് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുക, ഒരു ക്ലീൻ എർത്ത് എന്ന കോൺസെപ്റ്റാണ് ശുചിത്വഭൂമി ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഈ പ്ലാസ്റ്റിക് ലയബിലിറ്റി നമുക്ക് ഒരു അസറ്റായിട്ട് മാറുന്നത്, പ്ലാസ്റ്റിക് മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അസറ്റാക്കി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുചിത്വഭൂമി ഫൗണ്ടേഷനൊപ്പം ഭാഗമാകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത. അതായത് പ്ലാസ്റ്റിക് ക്രെഡിറ്റ് എന്ന ഒരു അസറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യജ്ഞത്തിന്റെ ഭാഗമാകാം. ഒരു പ്ലാസ്റ്റിക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 5 കിലോ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുകയും അതോടൊപ്പം 100 രൂപയുടെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ സെഗ്മെന്റ് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആകപ്പെടുന്നത് നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിലാണ്. ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ ബോട്ടിൽസ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളത് വേസ്റ്റ് കളയുകയാണ്. ഈ മിനറൽ വാട്ടർ ബോട്ടിൽസിന്റെ അക്വാ ബയോ പ്ലാസ്റ്റിക് എന്നൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് 90 ദിവസത്തിൽ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന മിനറൽ വാട്ടർ ബോട്ടിൽസ് നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ക്രെഡിറ്റ് വാങ്ങുമ്പോൾ ലഭ്യമാകുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ക്രെഡിറ്റിന്റെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഈ വേദിയിൽ പ്ലാസ്റ്റിക് ക്രെഡിറ്റിന്റെ ലോഗോ കാണിക്കുന്നതിന് വേണ്ടി ദ വിഷണറി ഡോക്ടർ സനൂഫ് ഖാനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ സനൂഫ് ഖാൻ, ശുചിത്വഭൂമി ഫൗണ്ടേഷൻ ഇത് ശുചിത്വ മിഷനുമായിട്ട് ബന്ധമില്ല. ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. സമൂഹത്തിലുള്ള പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് പുതിയ പ്രൊഡക്റ്റായിട്ട്, ഉൽപ്പന്നമായിട്ട് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി വിഷൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ കുറേയധികം സംവിധാനങ്ങൾ ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതിലൊന്നാണ് ഈ പ്ലാസ്റ്റിക് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് തുടർന്ന് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതിനോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം ഇപ്പോൾ നമ്മുടെ മറ്റ് ഈവൻറ്റുകൾ നടക്കുന്ന സമയത്ത് ഫുഡ് വേസ്റ്റ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ആ ഫുഡ് വേസ്റ്റ് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഫുഡ് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ക്രാപ്പ് ഡീലേഴ്സിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷനും വെബ്സൈറ്റിൻ്റെ ഒരു ലോഞ്ചിങ് പ്രോസസ്സും ഇന്ന് നടക്കുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് അറക്കലബൂലിനെ തന്നെ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമാകുവാനും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ ലോഗോ പ്രകാശനവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ശുചിത്വഭൂമി ഫൗണ്ടേഷൻ ലോഗോ റിവീലിലേക്ക് നാം കടക്കുകയാണ്. ശുചിത്വഭൂമി ഫൗണ്ടേഷന്റെ പ്രിയപ്പെട്ട സാരഥികളെയും ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സൈജു കുറുപ്പിനെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ് ലോഗോ ലോഞ്ചിനായി. ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട താരം ശ്രീ നോബി മാർക്കോസിനെയും ക്ഷണിക്കുന്നു. പ്ലാസ്റ്റിക് ക്രെഡിറ്റ് കോയിന്റെ ഒരു രൂപവുമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. നമ്മൾ അധിവസിക്കുന്ന ഈ പ്രകൃതിയെ മലീമസമാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ സുധീരം പോരാടുന്നതിനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ്. വൺസ് അഗൈൻ നമ്മളെല്ലാവരും ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമാകും എന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ള മൃഗം പൂച്ചയാണ്. അപ്പം ശുചിത്വഭൂമി ഫൗണ്ടേഷന്റെ ബ്രാൻഡ് ബീക്കൺ ബെല്ല, ദ ക്യാറ്റ് ഹു വാണ്ട് ഇറ്റ്സ് ക്ലീൻ, ബെല്ലയുടെ ലോഗോ കൂടി
ഈ വേദിയിൽ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അറക്കൽ ലവു ആൻഡ് നോബി മാർക്കസ് ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം ആട് എന്നൊരു ചലച്ചിത്രം തിയേറ്ററുകളിൽ ചെറിയുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ ചലച്ചിത്രമാണ് അല്ലേ? അതാ പൂരം കുടിയേറി മക്കളെ എന്ന് നമ്മൾ ഉറക്കെ പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ നമ്മുടെ ഈ ഒരു വിവാദം ഫെസ്റ്റിന്റെ ഭാഗമായി എത്തുമ്പോൾ പതിവ് ക്ലീശകളിൽ നിന്നെല്ലാം മാറി തന്നെ പുതിയൊരു ആഖ്യാനമായിരുന്നു ആടിലൂടെ നാം കണ്ടതല്ലേ? ഹാസ്യത്തിന്റെ തികവിലൂടെ ആദ്യ 1-2 ഭാഗങ്ങൾക്ക് ശേഷം ഇതാ ആട് 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, രംഗത്തേക്ക് എത്തുകയാണ്. യെസ്, the legendary gang, the chaos is back. നമ്മുടെ സ്വന്തം പാപ്പനും പിള്ളേരും ഇതാ തിയേറ്ററിലേക്ക് വരികയാണ്. യെസ്, നിറകൈയ്യടികളോടെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് നല്ലൊരു കൈയ്യടി നൽകാം. അതോടൊപ്പം നമ്മൾ ഇനി കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട താരങ്ങൾ നമ്മളോട് എന്ത് സംസാരിക്കും എന്നറിയാനാണ് അല്ലേ? നിറകൈയ്യടികളോടെ സ്വാഗതം ചെയ്യാം നോബി ചേട്ടാ. ഇതാ ആട് 3 നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയാണ്. മാറി വാല്യൂസ് കോളേജിൽ നിങ്ങൾ വന്നു, ഒരുപാടധികം സന്തോഷം. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്? ഹലോ, ആദ്യം പൊളിഞ്ഞു. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. ആദ്യം തന്നെ ഷൈജോണ്ണം വന്നപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ബാക്കി യൂണിയൻ ഭാരവാഹികളോട് സോറി പറഞ്ഞു. കാര്യം ഇന്നലെ വളരെയേറെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്നു പാപ്പനെയും പിള്ളേരെയും. ഞങ്ങളും ഇന്നലെ ഇവിടെ വന്ന് നിങ്ങളെ കാണുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ഇന്നലെ വരാൻ പറ്റിയില്ല. അതിന് ഹൃദയത്തിൽ തൊട്ട് ഒരു മാപ്പ് ചോദിക്കുകയാണ്. ഇന്നലെ വരാത്തതിൻ്റെ വാശിയിൽ നിങ്ങൾ തിയേറ്ററിൽ പോകാതിരിക്കരുത്. രണ്ടാളെന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകണം നിങ്ങൾ പോകാൻ, അല്ലാതെ കൂട്ടുകാരത്ത് പോകാതെ വീട്ടിൽ നിന്ന് ഈ 2 പേരെ കൂട്ടി വേണം. തിയേറ്റർ ഹൗസ്ഫുള്ളാക്കി ചെവര് വികസിക്കണം. അത്രയ്ക്കാണല്ലോ നിങ്ങൾ ഇടിച്ച് കയറ്റി തരണം. കാര്യം ആട് 1ഉം 2ഉം പ്രേക്ഷകർ ഗംഭീരമായിട്ട് ഏറ്റെടുത്തു. അപ്പൊ അതിന്റെ മേളിൽ നിൽക്കണം ആട് 3. അങ്ങനെ ഒരു ഗംഭീര ടീം, മിഥുൻ മാനുവൽ എന്ന ഡയറക്ടറിന്റെ അത്യുഗ്രൻ മാജിക് കാണാൻ നിങ്ങളെക്കാളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഞങ്ങൾ. കാര്യം ആട് 2 കണ്ട നിങ്ങൾക്കറിയാം. ഹലോ, പോവല്ലേ, ആട് കാണണേ കേട്ടോ, ഒന്നും അറിയാൻ പാവമാണ് കേട്ടോ. അപ്പൊ ഈ 1ഉം 2ഉം കണ്ടവർക്ക് ആട് 3 എന്ന് പറയുന്ന ആട് 2 കണ്ട ഒരുപാട് ടീമാണ്. കാര്യം പാപ്പനും പിള്ളേരും, സർബത്ത് ഷമീറും, ഡൂഡും ടീമും, അതേപോലെ ഇന്ദ്രൻ സേട്ടൻ്റെ ടീം, ഒത്തിരി ടീമാണ്. അപ്പം ഈ ടീമുകളെല്ലാം പല സ്ഥലത്താണ് ഷൂട്ടിങ്, പലരും പല സ്ഥലത്ത്. അപ്പോൾ എന്ത് കണക്ഷനാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ചില സമയത്ത് യാദൃശ്യമായിട്ട് എല്ലാവരും കണ്ടുമുട്ടും. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, അല്ലാണ്ട് ലൊക്കേഷൻ വെച്ച് ഇല്ല, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പലരും പല സ്ഥലത്ത് വെച്ചാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് കാണാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് നിങ്ങളെക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ 19-ാം തീയതി ആട് 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി വിജയിപ്പിക്കണം. നിങ്ങൾ ജയസൂര്യയെ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ അറിയാം നിങ്ങളുടെ ഉള്ളിൽ വിഷമം, സാരമില്ല. എന്നാലും ഒരു കലാകാരൻ എന്ന രീതിയിൽ എല്ലാവരും തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്യുക. ആട് 3 ഗംഭീരമായിട്ട് വിജയിപ്പിക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഉണ്ടായിരുന്നു, അതിനേക്കാളും വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ യുവാനിസ് കോളേജിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സത്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ കൂടെ എൻ്റെ ചേട്ടന്മാരൊക്കെ യുവാനിസിൽ പോകുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആഗ്രഹം മാത്രം പോരാ, ബുദ്ധിയും കൂടെ വേണമെന്ന്. അതില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. എന്നാലും കറങ്ങി തിരിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരാൻ പറ്റി, നിങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഫെസ്റ്റിന് ആട് 3യുടെ ടീമിനെ ക്ഷണിച്ചതിൻ്റെ എല്ലാ യൂണിയൻ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ആരും മറക്കരുത്, 19-ാം തീയതി ഫുൾ സപ്പോർട്ടോടുകൂടി ഇന്നലത്തെ പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് കട്ടയ്ക്ക് പോയി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. യുവാനിസ് കോളേജിൻ്റെ ഒരു പറ്റം എന്താ പറയുക, നാളത്തെ തലമുറയുടെ വാഗ്ദാനങ്ങൾ. നമുക്കറിയാം ട്രിവാൻഡ്രത്തെ നമ്പർ 1 എവിടെ ഇരിക്കുന്ന മികച്ച ആൾക്കാരും പഠിച്ചത് യുവാനിസിലാണ്. അപ്പം നിങ്ങൾ നാളത്തെ നമ്മുടെ വാഗ്ദാനങ്ങളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നമ്മുടെ മാറി വാല്യൂസ് കോളേജിലേക്കും കൂടി സ്വാഗതം ചെയ്യുകയാണ്. യെസ്, സൈജു കുറും, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സൈജു കുറും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നോബി ക്ഷമ പറഞ്ഞു കഴിഞ്ഞു.
എന്ന് വെച്ച് ഞാൻ അത് പറയാണ്ടിരിക്കുന്നില്ല. കുട്ടികളെ ക്ഷമിക്കുക, ഇന്നലെ നമ്മുടെ ടീമിന് വരാൻ പറ്റിയില്ല. ക്ഷമ ചോദിക്കാനായിട്ട് ഞാനും നോബിയും പിന്നെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഒരു പ്രതിനിധി മിസ്റ്റർ സൂര്യകുമാറും ഉണ്ട്. സൂര്യ എവിടെയുള്ളത്? സൂര്യ, ഇതാണ് സൂര്യ. അപ്പം അദ്ദേഹവും ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ നമ്മുടെ പകുതി ടീം ഇവിടെ എത്തിയിരുന്നു, ഇവിടെ വരാൻ വേണ്ടി, ഇൻക്ലൂഡിങ് നോബി. പക്ഷെ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ടെക്നിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പ്രോബ്ലം എന്നുള്ളത് എനിക്കും അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ ആ പ്രോബ്ലം കാരണം എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് 4000 തൊട്ട് 5000 സ്റ്റുഡൻസ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു. അവരിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നതൊക്കെ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ ഇന്നിവിടെയുള്ള കുട്ടികളൊക്കെ നമ്മൾ പറയണത് കേൾക്കുകയും അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പം അറിയാതെ പോലും മനസ്സിലും ഞങ്ങളെ ആരെയും തെറി വിളിക്കല്. മാർച്ച് 19 റിലീസാണ്. ഇപ്പം നിങ്ങൾ കണ്ട ഈ ട്രെയിലറിൽ ഇതിനേക്കാളും 10 മടങ്ങ് മേളിലായിരിക്കും നിങ്ങൾ സിനിമ കാണുമ്പം തിയേറ്ററിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ ട്രെയിലർ നമ്മൾ തുടങ്ങുമ്പം, ഞാനും ഈ ട്രെയിലർ വന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇതിനകത്ത് അഭിനയിച്ച ആളാണ്. പക്ഷെ ഞാനും ഓർത്തത് വേറെ ബാഹുബലിയിൽ വല്ലതും നമ്മൾ അഭിനയിച്ചു, സീരിയസ് പടത്തിലാണോ അഭിനയിക്കുന്നതൊക്കെ ഉള്ളൊരു ഇത് വന്നു. പക്ഷേ ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജി പാപ്പനല്ല, പത്മനാഭ മഹാരാജാവ്, അദ്ദേഹം ഉറുമി വീശുകയും എന്തോ ഒരു സാധനം വന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ വീഴുകയും അടുത്ത ഷോട്ടിൽ ഡ്യൂഡല്ല ആസം ഖാൻ എന്ന് പറഞ്ഞ കഥാപാത്രം, എല്ലാവരും 2 കഥാപാത്രങ്ങളാണ്, 2 ടൈം ലൈനിൽ പറയുന്ന കഥയാണ്. വിനായകന്റെ കഥാപാത്രം ഇത് മതി ഇനി അത് പിടി എന്ന് പറയുന്നിടത്ത് നമുക്ക് സിനിമയുടെ ഒരു ജോണർ മനസ്സിലാവും. സിനിമയുടെ ജോണർ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണല്ലോ. എല്ലാവർക്കും പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് വകുപ്പ് ആട് 3-ലും ഉണ്ട്. 2 ടൈം ലൈനിൽ പറയുന്നതാണെങ്കിലും ഇപ്പം പത്മനാഭ മഹാരാജാവുണ്ട്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കോമൻ കുറുപ്പെന്നാണ് മിഥുൻ ഇട്ടിരിക്കുന്നത്. പടത്തലവനാണ്, സേനാപതി. ഒരുപാട് ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ആട് 1-ലും 2-ലും കണ്ടിരിക്കുന്ന ആക്ടേഴ്സൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പേര് മിക്കവാറും ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത് 2ാമത്തെ ടൈം ലൈൻ, അതായത് പാസ്റ്റ് ടൈം ലൈനിൽ പറയുന്ന ഒരു കഥയും കൂടെ ഉണ്ട്. ഇത് 2ഉം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് ആട് 3 പോലത്തെ ഒരു വലിയ സിനിമയായിട്ട് മാറുന്നത്. ഇതിൻ്റെ അകത്ത് കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് ടൈം ലൈനിലായാലും പ്രസന്റ് ടൈം ലൈനിലായാലും എല്ലാവരും മണ്ടന്മാരാണ്. മണ്ടത്തരത്തിന് ഒരു കുറവുമില്ല. രാജാവായിട്ട് അഭിനയിക്കുന്ന ജയസൂര്യ ഷാജി പാപ്പനായിട്ടും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസമൊന്നുമില്ല. ഷാജി പാപ്പനും രാജാവ് 2 പേരും മണ്ടന്മാരാണ്. അപ്പോൾ ഒരുപാട് മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ടത്തരം ഇല്ലെങ്കിൽ ആടെന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ഇല്ല. അപ്പോൾ അടുത്ത ആഴ്ച മാർച്ച് 19-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ ഈ പടം റിലീസാകാൻ പോവുകയാണ്. നമ്മുടെ ഏരിയസ് ഫ്ലെക്സിൽ 9 മണിക്ക് രാവിലെ ഒരു ഷോ ഉണ്ടെന്ന് കേട്ടു. ചില സ്ഥലങ്ങളിൽ 7 മണിക്ക് ഷോ ഉണ്ടെന്ന് കേട്ടു. ഇന്ന് വൈകുന്നേരം 5 മണി തൊട്ട് ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ്സ് ഓപ്പൺ ആവും. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ ആദ്യത്തെ സോങ് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യില്ലേ? താങ്ക് യു. ഒരുപാട് സന്തോഷം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന മോങ്ങളെ കണ്ട് ഞാൻ ആക്ച്വലി ഒന്ന് പേടിച്ചാ വന്നത്. ഇനി ആരെങ്കിലുമൊക്കെ എടുത്ത് കല്ലെറിയോ ഒക്കെ ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. വെച്ചാൽ ഇന്നലത്തെ ഒരുപാട് കഷ്ടപ്പെട്ടെന്നറിയാം. ഈ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് എപ്പോഴും പ്രശ്നമാണ്. അത് ഇപ്പം ഞങ്ങൾക്ക് സംഭവിച്ചാലും അത് നമുക്കൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും വലിയൊരു വരവേൽപ്പാണ് ഞങ്ങൾക്ക് തന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ നോബി പറഞ്ഞ പോലെ ഈ കോളേജിൽ പഠിക്കണമെന്ന് എനിക്ക് ആക്ച്വലി ആഗ്രഹം തോന്നിയിട്ടില്ല. കാരണം ഞാൻ മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. എനിക്ക് ഇങ്ങനത്തെ ഒരു കോളേജുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോബിയെ പോലെ എനിക്ക് ഇവിടെ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ളൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ക്യാമ്പസ് ഭയങ്കര മനോഹരമായ ഒരു ക്യാമ്പസാണ്.
അപ്പം മാർച്ച് 19 കാണാം. പിന്നെ 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ വന്നായിരുന്നു. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു 10% ആൾക്കാരായിരിക്കും ആ സിനിമ കണ്ടിരിക്കുന്നത്. ആ 10% നിങ്ങളുടെ ഇടയിൽ ആ 10% ഒരു 50% ആക്കി തന്നുകൊണ്ട് ഏപ്രിൽ 10-ാം തീയതി ഭരതനാട്യം ടു മോഹിനിയാട്ടം വരുന്നുണ്ട്. നിങ്ങൾ പറ്റിയാൽ നിങ്ങളൊന്ന് പോയി കാണണം. എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ആട് നിങ്ങൾക്ക് തരുന്ന അതേപോലത്തെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും മോഹിനിയാട്ടം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഡാർക്ക് ഹ്യൂമറാണ് സിനിമ. എന്തായാലും നിങ്ങൾ ആട് കാണാം. ആട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും കേട്ടോ. ആട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മോഹിനിയാട്ടം കാണണം. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ, നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടെന്ന് വെച്ചാൽ കണ്ടതിൽ കേട്ടോ. അപ്പം നന്ദി. വീണ്ടും ഒന്നുകൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അപ്പം അടുത്ത ആഴ്ച നമുക്ക് തിയേറ്റേഴ്സിൽ കാണാം. മാർച്ച് 19 ആട് 3. താങ്ക് യു. സജി ചേട്ടാ, അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവാനിയസിലെ നമ്മുടെ ഈ പിള്ളേർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നാണ്. ചോദ്യശരങ്ങളുമായിട്ട് അവർ വരികയാണ്. ആരൊക്കെയോ ചോദിക്കണം എന്ന് പറഞ്ഞു. ആരാണത്? യെസ് പ്ലീസ് റേസ് യുവർ ഹാൻഡ്. വരൂ, ഓടി വന്നോളൂ വേദിയിലേക്ക്. നമ്മുടെ മാറി വാല്യൂസ് കോളേജിൽ ലെജൻഡറി മൂവി ആട് 3യുടെ പ്രിയപ്പെട്ട ആരക്കൽ അബു എസ് ഐ ചുക്കുറുപ്പും അതോടൊപ്പം തന്നെ ശ്രീ നോപി മാർക്കോസുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് ചോദിക്കാനുള്ളത്? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സർ, എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ. ഈ ആട് 3 നമ്മൾ ആട് ഫസ്റ്റിലും പിങ്കിയെ കണ്ടായിരുന്നോ? ആട് 2ലും പിങ്കിയെ കണ്ടായിരുന്നോ? ആട് 3ലും പിങ്കിയും പിങ്കിയുടെ കുട്ടികളും കാണുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഉറപ്പായിട്ടും ഉണ്ട്. അത് നമ്മൾ ട്രെയിലറിൽ വയ്ക്കാഞ്ഞതാണ്. പക്ഷേ സിനിമയിൽ പിങ്കിയും പിങ്കിയുടെ മക്കളും ഒക്കെ ഉണ്ട്. പിങ്കിക്ക് ഇപ്പം ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ആയി. അപ്പം അങ്ങനെ ഒരു വലിയ ജോയിന്റ് ഫാമിലി നമ്മൾ കാണിക്കുന്നുണ്ട്. താങ്ക് യു. അപ്പം പിങ്കിനെയും പിങ്കിയുടെ കുട്ടികളെയും കാണാൻ പറ്റുമല്ലേ നമുക്ക്? ഉറപ്പായിട്ടും. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം, അതായത് ഇതിൽ കുറച്ച് ക്യാമിയോകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയുള്ള അതൊരു തെറ്റായ പ്രചരണമാണോ എന്നുള്ളതൊന്നും അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കേട്ടു. നിങ്ങളത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ സസ്പെൻസ് പൊളിക്കണ്ട. എന്തായാലും അല്ല, ഞാൻ സത്യം പറയാം. ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇപ്പം ഈ ആടിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി നമ്മളൊരു ചാനൽസിന് ഇൻ്റർവ്യൂസ് കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഞാനും ആഗ്രഹിച്ചു പോയി, മമ്മൂട്ടി സാറും ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്ത് രസമായേനെ. ആടിൽ അവരൊക്കെ വരുന്നത് ഭയങ്കര നമുക്കൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കൂടിയേനെ. ഞാൻ കേട്ടിരുന്നത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇവർ അഭിനയിക്കുന്നുണ്ടെന്നുള്ളതല്ല, ചിലപ്പോൾ വോയിസ് ഓവർ എന്തെങ്കിലും ഇവരുടെ വോയിസ് സിനിമയിൽ ചിലപ്പോൾ കാണുമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ മൊത്തത്തിൽ പുറത്തു പോയിരിക്കുന്നത് ഇവരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ അഭിനയിച്ച സീൻസിലൊന്നും അവർ അഭിനയിച്ചിട്ടില്ല. ഇനി ഞാൻ അഭിനയിക്കാത്ത സീൻസിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നോബി പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മി കണ്ടിട്ടില്ല ലൊക്കേഷനിൽ. അപ്പം ഇനി അങ്ങനെ ഞാൻ കാണാത്ത ഏതെങ്കിലും സീനിൽ അവർ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഞാൻ പടം ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പടം ഞാൻ ഡബ്ബിങ് സമയത്ത് എൻ്റെ സീൻസ് മാത്രമാണ് കണ്ടത്. അപ്പോൾ ഷാജി പാപ്പൻ ആൻഡ് ഗാങ്ങിൻ്റെയാണ് കൂടുതൽ സീൻസ് ഞാൻ കണ്ടത്. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തു. അതേപോലെ ഡ്യൂഡിൻ്റെയും ഗാങ്ങിൻ്റെയും കുറച്ച് സീൻസ് കണ്ടായിരുന്നു. അതിലൊന്നും ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നു. ഇനി അറിയില്ല, ഇനിയിപ്പം ഞാൻ നുണ പറഞ്ഞൊന്നും വേണ്ട. ഇനിയിപ്പം തിയേറ്ററിൽ സിനിമ കാണുമ്പോഴത്തേന് ഇനിയിപ്പോൾ അവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എന്നെ തെറി വിളിക്കല്. അത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് പ്രതീക്ഷകൾക്ക് വകയുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നോബി ചേട്ടന്റെ കോമ്പിനേഷൻ സീനുകളിൽ ഏതെങ്കിലും നമ്മുടെ ഈ താരങ്ങളുണ്ടോ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ കാര്യം. ഈ ഞങ്ങളുടെ പാലക്കാടാണ് ഈ ആട് 3യുടെ ഷൂട്ട് തുടങ്ങുന്നത്. കാര്യം കേരളത്തിൽ ഇതിനേക്കാൾ ചൂടായിരുന്നു അന്ന്, ഭയങ്കര ചൂട്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഭയങ്കര ഈ കണ്ട പാലമില്ലേ, ഇത് ഫുള്ള് ഡാമിലായിരുന്നു. പാലക്കാട് ഡാമിൽ വെള്ളം വറ്റി വരണ്ട് കിടക്കുന്ന സമയത്ത് സെറ്റിട്ടതാണ്. അവിടെ സെറ്റിട്ട സമയത്ത് ഇഷ്ടംപോലെ കുതിരകളും ആൾക്കാർ 100-400ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവിടെ. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളെല്ലാം കൊണ്ട് ചൂട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സെറ്റിട്ടാണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും മേക്കപ്പൊന്നുമില്ല, എല്ലാവരും സൺക്രീമൊക്കെ ഇങ്ങനെ തേച്ച് തലയിലും മുഖത്തൊക്കെ തേച്ചിട്ട്
അവിടെ ചെന്ന് ആക്ഷൻ പറഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് കേരളത്തിൽ. ഭയങ്കര മഴയായിരുന്നു. കാര്യം ആ സെറ്റിട്ട സ്ഥലത്തൊക്കെ വെള്ളം നിറഞ്ഞു. ഒരുപാട് കഷ്ടപ്പാട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. കാര്യം അടുത്ത സ്ഥലത്ത് കൊട്ടാര സെറ്റിട്ടു, അവിടെ മഴ. അപ്പോൾ ഓരോ ദിവസം ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ 400 പേര്, ഇത്രയും കുതിര, ഇത്രയും ആൾക്കാർ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഷൂട്ട് മുടങ്ങിയുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആട് 3 19-ാം തീയതി വരാൻ പോകുന്നത്. നമുക്കറിയാം മിന്നൽ മുരളിക്ക് മുമ്പേ മലയാളികൾ ഏറ്റെടുത്ത കുറേ സൂപ്പർ ഹീറോസാണ് ആട് 3-യിലുള്ളത്. പാപ്പനായാലും അറയ്ക്കലബു, ഡോഡ്, ഇതെല്ലാം എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാം മണ്ടന്മാരായ സൂപ്പർ ഹീറോസാണ്. അതിൻ്റെ ഒരു വിളയാട്ടമായിരിക്കും 19-ാം തീയതി. ഒരു ഗംഭീര പടമായിരിക്കും. കാര്യം നമ്മൾ ഷൈജു ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഭാഗം കാണുമ്പോൾ നമുക്ക് ഓരോ അതിശയങ്ങൾ വരും. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ. കാര്യം ഇത്രയും സെറ്റിട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് എന്ത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. നിങ്ങളെ കാണുക, നിങ്ങളെ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. അത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം നോബി ചേട്ടാ. ഇനി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഡയലോഗ് കേൾക്കാനാണ് അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? അറക്കൽ അബുവിന്റെ ആ ഒരു ഐക്കോണിക് ഡയലോഗ് ചേട്ടാ നമുക്കായിട്ട് ആ കൈപ്പുഴ കുഞ്ഞപ്പന്റെ കൈവെട്ടിയ ആ ഒരു കഥ പ്ലീസ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയർത്തപ്പോ അത്രയ്ക്കും വലിയ ഒരു പിയറാണ്. നീ ഇതിനെ വണ്ടി കയറ്റിയിട്ടില്ല സാർ. താങ്ക് യു. നോബി പറഞ്ഞപ്പോഴാണ് ഈ നമ്മൾ ഈ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളറിയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഞങ്ങൾ സഹിച്ചതൊന്ന് അറിയിക്കുക എന്നുള്ളത് ഉള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഈ പാസ്റ്റ് ടൈമിലാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തതും. പാലക്കാട് ആക്ച്വലി നോക്കിയാൽ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലത്തിൽ ഒന്നാണ് പാലക്കാട്. അവിടെ മഴയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ വർഷം എന്താണെന്നറിയില്ല, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ നമ്മൾ മറ്റേ കണ്ടു കാണും, എല്ലാവരും കിരീടവും പിന്നെ കവചവും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇട്ട് പിന്നെ വിഗ്ഗും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഷോട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഗ്രൗണ്ടൊക്കെ മൊത്തം നനഞ്ഞ് പിന്നെ അവിടെ ഉണങ്ങിയ മണ്ണ് കൊണ്ടിടണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷൂട്ടിങ് 6-7 മാസമാണ് നീണ്ടു നിന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഒരു സിനിമകൾ നമുക്ക് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഏറ്റവും വലിയ ഒരു നമുക്കൊരു ഇതുണ്ടായിരുന്നത്, കഷ്ടപ്പാടുണ്ടായിരുന്നത് ഹോഴ്സ് റൈഡിങ് ആണ്. ഹോഴ്സ് റൈഡിങ് ഇവിടെ നിങ്ങൾ ഹോഴ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടോ? ആരെങ്കിലും ഹോഴ്സ് ഓടിച്ചിട്ടുണ്ടോ? ഹോഴ്സ് റൈഡ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ? ഇല്ലല്ലേ? ഉണ്ടോ? കുതിര നടക്കുമായിരുന്നോ ഓടുമായിരുന്നോ? നടക്കുമായിരുന്നോ? ആ, നടപ്പ് കുഴപ്പമില്ല. ഈ ഓട്ടം വരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിൽ തെറിച്ച് പോവാം. അപ്പോൾ ആ അവസ്ഥയിലായിരുന്നു. ഇതിനൊരു താളമുണ്ട്. ഇത് ഓടുന്നതനുസരിച്ച് നമ്മൾ പൊങ്ങും താഴുകയും ചെയ്യണം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് പ്രാക്ടീസ് നല്ലപോലെ ഇല്ലാണ്ട് പറ്റില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു 10 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രാസ്പ് ചെയ്യും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഏജിൽ വന്നിട്ട് അത് പഠിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ആ റോപ്പ് ക്യാം വെച്ചിട്ട് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. പാസ്റ്റ് ടൈം ലൈനിലെ എൻ്റെ ഒരു ഷോട്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വേദന സഹിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഗ്രോയിനിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പെയിൻ ആവും. കാലിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ കാല് വയ്ക്കുന്ന റെസ്റ്റ് ഉണ്ടല്ലോ അവിടെ, അതൊക്കെ ഇരുമ്പിൻ്റെയാണ്. അത് കാലിൽ കൊണ്ടിട്ട് മൊത്തത്തിൽ ഇഞ്ചറി ആയിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പം വേറൊന്നുമല്ല, ഞാനത് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ള അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലും നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉറപ്പായിട്ടും ആട് 3-ൽ കിട്ടിയിരിക്കും. സോ വീണ്ടും see you all in theaters on March 19th. Thank you. നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർക്കായിട്ട് ഈ ഒരു വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. Yes, we are moving on. വേദിയിൽ ഇതാ അരങ്ങ് തകർക്കാനായി നിറ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. Let's welcome team Evaniers.
ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. You know what? I had second thoughts. Monday കോട്ടിൽ ഞാൻ കൊണ്ടുവന്നാണ് ആടിനെ. Where is the goat? നീ കോട്ട് എടുത്തായിരുന്നോ? ഞാൻ എടുത്തില്ല. നീ എടുത്തില്ലായിരുന്നു കേട്ടോ. Come on. തമാശ കളിക്കരുത്. I don't have much time. ആടെവിടെ? ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പാർപ്പിച്ചു. I don't trust you guys. Where is she? ആടെവിടെ പാപ്പാനെ? People call me അയ്യോ, എന്താണ്ട് മറന്നല്ല.